2 കിലോ ഉള്ളി മേടിച്ചാൽ 1 കിലോ ഫയർ ഫ്രീ. 1 കിലോ ഫയർ ഫ്രീ. ഫയർ ഫ്രീ. നിർത്തിക്കേ. താൻ ഇവിടെ കിടന്ന് ഫയർ ഫ്രീ ഫയർ ഫയർ എന്നൊക്കെ വിളിച്ചു പറഞ്ഞ അന്തസ്വാഭിമാനത്തോടുകൂടി നടത്തുന്ന എന്റെ പുസ്തകക്കടെ കൊച്ചു പുസ്തക കച്ചവടം ഉണ്ടെന്ന് ആൾക്കാർ വിചാരിക്കത്തില്ലേ? എടോ, താൻ ഉദ്ദേശിച്ച ഫയർ അല്ല ഞാൻ ഉദ്ദേശിച്ച ഫയർ. ഞാൻ ഉദ്ദേശിച്ച ഫയർ ആണ് ഈ ഫയർ. എന്റെ ദൈവമേ, ഇതിന്റെ പേര് ഫയർ എന്നല്ല, ഫയർ. അങ്ങനെ വേണം പറയാൻ. താൻ ഇപ്പൊ പറഞ്ഞ ഫായില്ലേ, ആ ഫായാണ് ഞാൻ പറഞ്ഞപ്പോ. ആ ഫാ ഞാൻ പറഞ്ഞപ്പോ തനിക്കത് താൻ പറഞ്ഞ ഫായായിട്ട് തോന്നിയില്ല. താൻ എന്തൊക്കെയാണ് ഈ പറയണത്? എനിക്ക് ഫാ വരൂല, അതെന്റെ ഭാര്യക്ക് അറിയാം. എടോ, ഭാര്യയല്ല, ഭാര്യ. ബിയറിന്റെ ബാ. അതെന്റെ ഭാര്യനെ ഭാര്യ എന്നല്ലേ വിളിക്കണത്, അല്ലാതെ ഭാര്യ എന്നല്ലല്ലോ. ഓ, രാവിലെ ഇടങ്ങേരമായിട്ട് നിക്കാണ്. ബാക്കിയുള്ള ഇവിടെ കൈനീട്ടം പോലും കിട്ടിയിട്ടില്ല, അറിയാവാ? ആ കൈനീട്ടം ഞാൻ തരാം. ഇവിടെ വന്നേ. ചാക്കിലകപ്പെട്ട പൂച്ചയുണ്ടോ? ഇല്ല, പെട്ടിയിലകപ്പെട്ട ഒരു എലി ഉണ്ടായിരുന്നു, അത് മതിയാ. അതല്ല, ചാക്കിലകപ്പെട്ട പൂച്ച നോവലുണ്ടോ? അയ്യോ, അത് താ കഴിഞ്ഞ ദിവസം മേടിച്ചോണ്ട് പോയായിരുന്നല്ല, മൊത്തം വായിച്ചല്ലേ? അതെ. ഇഷ്ടപ്പെട്ട് കാണും. ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല, അത് വലിയ ബുക്കല്ലേ. അതാവുമ്പോ പച്ചക്കറിയും പോയിഞ്ഞു കൊടുക്ക, വിലയും കുറവാ. അതാ പുറത്തെ കീറം കൊണ്ട് വന്നിട്ടുണ്ട്. തനിക്ക് അക്ഷരത്തിന്റെ വില എന്താണെന്ന് അറിയാവാ? വർത്താനം എന്നോട് പറയുന്നു. പിന്നെ അക്ഷരത്തിന്റെ വില അറിയാഞ്ഞിട്ടാണ് ഈ വിലയൊക്കെ ഞാൻ അക്ഷരത്തിൽ എഴുതി വെച്ചാക്കണത്. എന്നതാടോ ഈ എഴുതി വെച്ചേക്കണത്? എന്ത്? ഫ്രീ ഫയർ, പബ്ജി മുളക്, എന്നാ എഴുതി വെച്ചേക്കണത്? അതെ, ഈ ന്യൂ ജനറേഷൻ പിള്ളേര് ഇവിടെ വരുമ്പോഴേ സാധനങ്ങൾ മേടിക്കണമല്ല, അതിനു വേണ്ടി എഴുതി വെച്ചാക്കണതാ. ഇത് ശരിക്ക് പബ്ജി മുളകല്ല, ബജ്ജി മുളകാ. ഭുജിയല്ല, ബാജി. അതല്ലെന്ന്, ഭുജി വരുന്നുണ്ടെന്ന്. ഈ നാട്ടിലെ ബുദ്ധിജീവി ഫുൾ ടൈം പുള്ളി പുസ്തകത്തിലല്ലേ? ഫുൾ ടൈം പുസ്തകത്തിലാണെങ്കിൽ പുള്ളി ചെതലായിരിക്കും. ഇതേ എപ്പോഴും വരൂല, ഇടക്കൊക്കെ ഭാ വരും. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇതാ ബാഗ്ദാദാ. ഇത് പുള്ളിയുടെ കുഴപ്പമില്ല, പുള്ളിനെ അമ്മ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാക്കണതാ. പിന്നെ എന്റെ അമ്മ പറഞ്ഞത് ഇത് കുട്ടമശ്ശേരിയാണെന്നല്ലേ. പുള്ളി ഇപ്പോഴും അമ്മ പറഞ്ഞ പോലെ വാഗ്ദാതാണെന്നും പറഞ്ഞ് നടക്കേ. എന്റെ പൊന്നു സുഹൃത്തെ, പുള്ളി മഹനീയമായ ഒരു കവിതയാണ് ചൊല്ലിയത്. പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. അതെനിക്കും അതെ, പുസ്തകങ്ങളെന്ന് കേൾക്കണതേ എനിക്ക് ഭ്രാന്ത. ചെറുപ്പത്തിന് പഠിക്കാതെ. പിന്നെ പുസ്തകം മാത്രം, പുസ്തകം, പേന, പേപ്പർ, ഇത് കണ്ടാ ഞാൻ ഒപ്പം കീറിക്കളയും. സ്കൂള് മാഷ് അവളെ കണ്ടോടെ വെച്ച് കല്ലെറിയില്ല. അതെ, പാത്തുമ്മയുടെ ആട് വന്നായിരുന്നു? വന്നില്ല, ഞാൻ പരുത്ത. എന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. കഴിഞ്ഞ തവണ ഞാനിവിടെ ഈ കട തുറക്കാൻ വന്നപ്പോഴേ ഈ മുറ്റം നിറച്ച് ഈ വയലറ്റ് കളറിലെ മുത്തുകൾ കിടക്കണം. ഞെരടി കൂട്ടി മണത്ത് നോക്കിയപ്പോ എന്താ 3.5 കിലോ ബീറ്റ്റൂട്ട് ആട് എന്നിട്ട് ഇവിടെ മുഴുവൻ കാട്ടിച്ചിട്ടോട്ട് പോയേക്ക. ആ ആടിനെ നീഞ്ഞ് വിളിച്ചു വരുത്തത് ഞാൻ ആട്ടുംകാട്ടം തീറ്റിക്കും. ഈടോ മനുഷ്യ, താൻ ഇത് എന്താ ഈ പറയണത്? ഇത് ബഷീറിന്റെ ഒരു കഥയെ പറ്റിയല്ലേ പറഞ്ഞത്? അവന്റെ കഥ എന്നോട് പറയണ്ട. ഇങ്ങനെ ഒരു മനുഷ്യ പറ്റില്ലാത്ത ചെറുക്കൻ പിന്നെ ഇവിടെ വന്നിട്ട് ഹച്ച് പറ്റി പോകും. എന്നിട്ട് ആ പറ്റി ഞാൻ മറന്നാലും അവൻ ഇങ്ങോട്ട് കയറി വരുവുള്ളൂ. ഓ മിസ്റ്റർ, നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഇത്. ഇത് വൈക്കം മുഹമ്മദ് ബഷീർ. അതാരാ അത്? അറിയില്ല? ഇല്ല. പറഞ്ഞു തരാം. എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നത് പോലും ഓർക്കാതെ മതിലുകളിൽ പ്രേമലേഖനം എഴുതി മുച്ചീട്ട് കളിക്കാരന്റെ മകളായ പൂവമ്പഴം പോലെയുള്ള ബാല്യകാല സഖിയുമായി അനുരാഗത്തിന്റെ ദിനങ്ങളിൽ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിച്ച് ഭാർഗവി നിലയത്തിലെ നീല വെളിച്ചത്തിൽ ഒരു മാന്ത്രിക പൂച്ചയെ പോലെ ശബ്ദങ്ങൾ ഉണ്ടാക്കാതെ തന്റെ ആദ്യ ചുംബനത്തിന്റെ വിശപ്പുമായിട്ട് ഒരു പ്രേം പാറ്റയെ പോലെ തന്റെ വിശ്വവിഖ്യാതമായ മൂക്കുമായി ജീവിത നിഴൽപ്പാടുകളിൽ ചിരിക്കുന്ന മരപ്പാവയായി ശിങ്കിടി മുങ്കനായി ഓർമ്മകളുടെ അറകളിൽ ഇന്നും കഥാബീജം തേടി ജീവിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. അങ്ങനെ മനസ്സിലായി. എന്ത് മനസ്സിലായി? ഞാൻ ഉദ്ദേശിച്ച ബഷീർ അല്ല നിങ്ങൾ ഉദ്ദേശിച്ച ബഷീർ. അവൻ ഇത്രക്ക് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. പിന്നെ ചതി എന്നെ കാട്ടിക്കൊടുക്കല്ലേ, എന്നെ കാട്ടിക്കൊടുക്കല്ലേ. ആരത് ഇവിടെ ഒളിച്ചത് ബുജി, വരുന്നത് ബിജി. ബുജിയുടെ വൈഫാണ് ബിജി. പേടിയാന്ന്. ഇന്നലെ കുറച്ച് പച്ചക്കറി വന്നായിരുന്നു, അതിൽ ചിലപ്പോ പുഴു ഉണ്ടാവും. എടോ, എന്റെ ഭർത്താവ് ആ പുസ്തകപ്പുഴു വന്നോന്ന്. അയ്യോ, ഇങ്ങോട്ട് വന്നില്ലല്ലോ കേട്ടോ. അയ്യോ, ഇങ്ങോട്ട് വന്നില്ലേ? എവിടെയാണോ? മാർത്താണ്ഡവർമ്മയുടെ പുറകെ നിൽപ്പുണ്ട്. ഇതോ മാർത്താണ്ഡവർമ്മ? ഇന്നെ കണ്ടിട്ട് സ്വാതി ശ്രീചിത്ര നാടായിട്ട് തോന്നിയ അതല്ല, TV രാമപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലില്ല, അതിന്റെ പുറകെ നിൽപ്പുണ്ടെന്നോ. ഞാൻ ആ KR മീരയുടെ ആരാച്ചാര ആ
വേണ്ട ഞാൻ പറയാം. കാട്ടിക്കൊടുത്തല്ലേ. ചെറിയൊരു കയ്യബദ്ധം. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോന്ന് ഇങ്ങ വന്നേ. ഒയ്യാരത്ത് ചന്തുമേനോന്റെ ഇന്ദുലേഖയാണെന്ന് വിചാരിച്ചാ ഞാൻ ഇവളെ കെട്ടിയത്. കെട്ടിക്കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് മലയാറ്റൂർ രാമകൃഷ്ണന്റെ യക്ഷിയാണെന്ന്. ഞാനൊരു യന്ത്രമായി പോയില്ലടാ. ആണോ? അയ്യോ, ഇത് വെറും യക്ഷിയല്ല, വടയക്ഷിയാ. അപ്പൊ വന്ന കാര്യം പറ. വന്ന കാര്യോ? എനിക്ക് ഇങ്ങനെ കാരണം ഒരു സമാധാനം ഇല്ല. വീട്ടിൽ 24 മണിക്കൂറും പുസ്തകം വായന. 1 രൂപ വീട്ടിൽ വെക്കാൻ പറ്റൂല. അപ്പോഴെടുത്തോണ്ട് പോയി പുസ്തകം വാങ്ങിക്കും. അതെ, ഇന്നലെ 1 കിലോ അരി വാങ്ങാനായിട്ട് ഞാൻ പൈസ കൊടുത്തയച്ചു. അപ്പോഴും 2 ഇടങ്ങഴിയായിട്ട് തിരിച്ചു വരണം. അത് നല്ല കാര്യമല്ലേ? 1 കിലോ അരി മേടിക്കാൻ വിട്ടിട്ട് 2 അടങ്ങി അരിയായിട്ട് വന്നില്ലേ? അതിനാണ് ഈ പാവത്തിനെ കുറ്റം പറയണത്. അയ്യോ, 2 ഇടങ്ങഴി അരിയായിട്ടല്ല വന്നത്, 2 ഇടങ്ങഴി നോവലുമായിട്ടാ വീട്ടിൽ വന്നത്. അറിവിനോടുള്ള വിശപ്പ്. പച്ച വെള്ളം കൊടുക്കരുത് ആർക്ക്. ഇതല്ലാതെ വേറെ ഉപദ്രവം വല്ലതും ഉണ്ടാ? അയ്യോ, ഉപദ്രവം വന്നോ? കഴിഞ്ഞ ആഴ്ച ഞാൻ കിണറ്റിൽ വീണ്. അയ്യോ ചേട്ടാ, എന്നെ രക്ഷിക്കേട്ടാന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേ ഇങ്ങനെ എന്നോട് കാണിച്ചത് എന്താണെന്ന് അറിയോ? രക്ഷിച്ചില്ലേ? പിന്നെ ഞാൻ കയറിട്ട് കൊടുത്തല്ലോ. ആ കയറെ പിടിച്ചു കയറി വരണ്ടേ? പിടിച്ചു കയറാനുള്ളതല്ല, കയറുന്ന നോവൽ എടുത്ത് എന്റെ തലയിൽ കൂടെ എറിഞ്ഞു തന്നു. ഞാൻ പിന്നെ തകയുടെ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കായിരുന്നില്ലേ? പിന്നെ ഞാൻ ഇവിടെ കുക്കറി ഷോ നടത്താനല്ലേ പോയത്. എന്തിനാ ബഹളം ഉണ്ടാക്കുന്ന? അവസാനം ഏണിപ്പടികൾ ഇട്ട് കൊടുത്ത് രക്ഷപ്പെട്ടല്ലോ. തകഴിയുടെ അല്ലെന്നേ, ഒറിജിനൽ ഏണിപ്പടി ഇട്ട് കൊടുത്തു, കയറി പോന്നു. ആ ഏണി ഇട്ട് തന്നില്ലേ? അതേ കയറി വരാറുന്നില്ലേ? ഏണി ഇട്ടെന്നത് ഇങ്ങേരല്ല, അടുത്ത വീട്ടിലെ രമണനാ. രമണൻ ഏണിയിടാൻ മിടുക്കനാ. അവനിപ്പോ ചന്ദ്രികയെ വിട്ടിട്ട് രമണൻ ഇവളുടെ പുറകെയാ. രമണി, നീ എന്നിൽ നിന്നാ രഹസ്യം നീ മറച്ചു പിടിക്കയാണോ? അതെ, നിങ്ങൾ ഈ രമണനും ചന്ദ്രയെ പോലെ പ്രേമിച്ച് കല്യാണം കഴിച്ച ആൾക്കാരല്ലേ, പിന്നെന്തിനാ ഈ ഒറ്റപ്പാട് ലഹള ഉണ്ടാക്കി? അയ്യോ, പ്രേമിച്ച് എന്നെ കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ അറിഞ്ഞത് ഇങ്ങനെ 2ാം ഘട്ടമാണെന്ന്. 2ാം ഘട്ടം പറയരുത്. MT-യുടെ 2ാം ഊഴം പോലെ 4 ഘട്ടമാണ് എന്റെ ലക്ഷ്യം. MT പോലെയാണെന്ന് വിചാരിച്ച കല്യാണം കഴിച്ചത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിഞ്ഞത് അങ്ങനെ പോക്കറ്റ് വരെ വെറും MT ആണ്. ആ കുട്ടികള് MT അതെന്ത് പംക്തി? അങ്ങേർക്ക് അതിനെ കുറിച്ച് ഒരു ചിന്തയില്ലാന്ന്. അങ്ങനെ ചിന്തയുള്ള പുസ്തകങ്ങൾ അവന്റെ അടുത്തുണ്ടല്ല, 2 മേടിച്ച് വായിച്ചൂടെ? എന്തിനു? ഒരു കാര്യമില്ല. എന്തോരം കിടക്കണ വീട്ടില്, പല തരത്തില്, പല കളറില്, ഒരു ഗുണമില്ല. അടിവേര് ദ്രവിച്ചതാ, വളവിട്ട് കൊടുത്തിട്ടും കാര്യമില്ല. അതെ, ഞാൻ ആ അലമാരയിൽ വെച്ചിരുന്ന പൈസ എന്ത് ചെയ്തു? ഞാനെടുത്തു. അതെനിക്ക് വേണം. ഞാൻ തരത്തില്ല. അതെനിക്ക് വേണം. അല്ല, എനിക്ക് ആ കാശ് കൊണ്ട് ഒരു തബല മേടിക്കണം. തബല്? ആ, എന്റെ ചേട്ടാ, ഞാൻ ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ചു തീർന്നു. ഇനി വായിക്കാൻ ഒരു പുസ്തകവും ഇല്ല. അതുകൊണ്ട് ഇനിയുള്ള കാലം ഒരു തബല മേടിച്ച് അത് വായിച്ച് ജീവിക്കാനാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ തബല വാങ്ങിക്കും? ഞാൻ വായിക്കും. നിങ്ങൾ തബല വാങ്ങൂലേ? അല്ല, ഞാൻ തബല വാങ്ങും. എനിക്ക് വായിക്കണം, എന്തെങ്കിലുമൊക്കെ വായിച്ച് ഞാൻ അലമാര വെച്ചിരുന്ന പൈസ എടുത്ത് നിങ്ങൾ തബല വാങ്ങിക്കോ. അയ്യോ തണുക്കണേ. അയ്യോ, ഇതെന്താ ഇങ്ങനെ? അയ്യോ, MT-യുടെ മഞ്ഞ് വെറുതെ അല്ല, മഞ്ഞത്തിരുന്ന് വിറക്കാവുള്ളി. വീട്ടില് തീയിട്ട് കൊടുക്ക്. ഒരു കാര്യം ചെയ്, ഇന്നാ പിടിച്ചോ. ഇത് PP പാക്കന്റെ കമ്പിപ്പാര, ഇത് വെച്ച് കീറിക്കോ. ആഹാ, എന്നെ കമ്പിപ്പാര കടിച്ചല്ലേ. എനിക്കൊരു ആയുധം താ. എനിക്കൊരു ആയുധം വേണം. വാഴക്കൊലേ ആര്യ ചെങ്ങമ്പുഴയുടെ അല്ലല്ലോ എന്റെ കടയിലത്തെ. അത് വേണ്ട, എനിക്കൊരു കമ്പി താ. അവളെന്നെ കമ്പിപ്പാര കടിച്ചു. ഒരു കമ്പി വാ. ചെടി പമ്മന്റെ നോവലല്ലേ, എനിക്ക് ആവശ്യം കമ്പിയാണ്. ഇതിൽ മൊത്തം അത് തന്നെ എടുത്തടി. ഇങ്ങോട്ട് മാറി നിൽക്കടി. ചേട്ടാ, അയ്യോ, ഇതെല്ലാം കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റൂല. വേറെ ആയുധം കൊടുക്ക്. എമ്മൻ നമ്പ്യാരുടെ ചാട്ട മാറ് അടി. എമ്മ ചാട്ട മാറ്. രാഘവ, ജന്മം തോറും നിന്നെ തേടി കേഴുന്നു ഞാൻ ഗാനമാ. അയ്യോ, ടിം ജോൺസന്റെ കറണ്ട്. ആ ചുമ്മാ അല്ല, കറണ്ട് അടിച്ചിരിക്കെ. ആ ഷോക്ക് മാറിനേക്കുമ്പോ അതിനെ വീട്ടിൽ കൊണ്ടോ. മനുഷ്യ, അതെ, നാളെ നേരം തന്നെ അവിടെ നിന്ന് വന്നെടുത്തേക്കണം. എവിടുന്ന്? ഓടയിൽ നിന്ന്. പി കേശവദേവിന്റെ ആണോ? അല്ല, എന്റെ വീടിന്റെ പുറത്തിലുള്ള ഓടയിൽ നിന്ന്. ഇവളിൽ തന്നെ കൊല്ലും. ഇതിപ്പോ ഇവിടെ എന്തൊക്കെയാ നടക്കണത്? ഈ ജോസഫ് അന്നക്കുട്ടി ജോസിന്റെ ഒരു പുസ്തകമുണ്ട്, അതേത്? സ്നേഹം മോഹം ഭ്രാന്ത്. അതൊക്കെ എന്തിനാ ഇവിടെ പറയണത്? അവക്ക് അയാളോട് സ്നേഹം, അയാൾക്ക് പുസ്തകത്തോട് മോഹം. ഇത് കണ്ടു നിന്ന് നമുക്ക് ഭ്രാന്ത്. എന്താ കറണ്ട്.